അതായത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല, എങ്ങനെയാണ് ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്, അത് ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെയോ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൊടുത്തതിൽ ചില വ്യക്തതക്കുറവുണ്ടായി, ചുമത്തിയ വകുപ്പുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള അഭിപ്രായം ഉയരുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ACGM കോടതി ടി ജി മോഹൻദാസിന് ജാമ്യം അനുവദിച്ച് പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ ഈ പോലീസ് വീഴ്ച പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഓരോ വീഴ്ചകളും കൃത്യമായി തന്നെ കോടതി മറ്റ് ചില വിധികൾ, കോടതികളുടെ വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ല എന്ന ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. മാത്രമല്ല, ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. അതുകൊണ്ട് തന്നെ ആ അറസ്റ്റിനെ നിയമ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അറസ്റ്റായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം ഈ നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ACGM കോടതി വിലയിരുത്തി. കൂടാതെ ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിലവിൽ ഇപ്പോൾ ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. മാത്രമല്ല, പ്രതിഭാഗം അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ച് പോലീസിന് കസ്റ്റഡിക്ക് കഴിയില്ലെന്നും ACGM കോടതി വിലയിരുത്തിയാണ് ടി ജി മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്.